ഹലോ എവ്രി വൺ, വെൽക്കം ടു റൈസ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 28 ആണ്. ഡേ 28 നമ്മുടെ ക്വസ്റ്റ്യൻ: നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ബൈ എ പബ്ലിക് സർവൻറ്റ് ഈസ് എ ഫോം ഓഫ് കറപ്ഷൻ. ഡു യു അഗ്രി വിത്ത് ദിസ് വ്യൂ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കോണ്ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ബൈ എ പബ്ലിക് സർവൻറ്റ് ഈസ് എ ഫോം ഓഫ് കറപ്ഷൻ എന്നുള്ളതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു കറപ്ഷൻ എന്നതാണ് ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് നമ്മുടെ വ്യൂ പോയിൻ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. വി ഷുഡ് എഗ്രി ആൻഡ് ഡിസഗ്രി. ഇപ്പം നമ്മുടെ നമ്മുടെ ഐഡിയ പോകുന്നത് നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ക്യാൻ ബി എമൗണ്ട് ടു കറപ്ഷൻ എന്നാണെങ്കിൽ കൂടുതൽ പോയിന്റ്സ് അവിടേക്ക് എഴുതുക. ആൻഡ് ഓൾസോ വി മസ്റ്റ് സേ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി എപ്പോഴും എന്തായിരിക്കില്ല, കറപ്ഷൻ ആയിരിക്കില്ല എന്നുള്ള ഒരു ഐഡിയയും കൂടി ആൻസറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അപ്പോൾ രണ്ട് സൈഡും പറയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ്. അപ്പോൾ ഡു യു എഗ്രി എന്നാണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്താ പറയേണ്ടത്? ആദ്യമായിട്ട് തന്നെ കറപ്ഷൻ എന്താണെന്നുള്ളത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഡെഫിനേഷൻ കൊണ്ടുവരിക. എന്നാലാണ് ഈ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി കറപ്ഷൻ ആവുമോ എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ അതിൽ കറപ്ഷൻ എന്ന് പറയുന്നത് അബ്യൂസ് ഓഫ് പവർ ആണ്, വിച്ച് എറോഡ്സ് ദ ഫാബ്രിക് ഓഫ് സൊസൈറ്റി. ഇറ്റ് അണ്ടർമൈൻസ് പീപ്പിൾസ് ട്രസ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇൻ ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇറ്റ്സ് ലീഡർഷിപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറപ്ഷനിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒരു കണക്റ്റിംഗ് പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട്. കറപ്ഷൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് ജസ്റ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മെറ്റീരിയൽ ബെനിഫിറ്റ്, but also unethical abuse or neglect of entrusted power for private comfort or advantage. അതായത് നമ്മുടെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബെനിഫിഷ്യറീസിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അബ്യൂസ് ഓഫ് പവർ ചെയ്യുന്നതോ ഒക്കെ കറപ്ഷനായിട്ട് വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കണക്റ്റിംഗ് പാരഗ്രാഫ് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ഫോം ഓഫ് കറപ്ഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ബ്രീച്ച് ഓഫ് പബ്ലിക് ട്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ പോയിന്റ് ആയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അതെങ്ങനെയാണ് ഓരോന്നും നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി എന്താ ഇപ്പോൾ കറപ്ഷൻ ആവുന്നത് എന്നുള്ള രീതിയിൽ എഴുതുക. ഇപ്പം എത്തിക്സ് ഓഫ് ഗവേണൻസ് ഈസ് റൂട്ടഡ് ഇൻ ദ ട്രസ്റ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും സിറ്റിസണിന് നമ്മളോട് ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവരെ കാണിക്കുമ്പോഴാണ്. സോ ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് പബ്ലിക് സർവീസ് നിൽക്കുന്നത്. അപ്പോൾ ഈ ട്രസ്റ്റ് നോൺ പെർഫോമൻസ്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യും. അപ്പം പോലീസ് നോട്ട് രജിസ്റ്ററിങ് FIRs ഇൻ ക്രൈം അഗെയിൻസ്റ്റ് വിമൻ എന്ന് പറയുമ്പോൾ അവിടെ ഡിനയൽ ഓഫ് ജസ്റ്റിസ് ആണ് വരുന്നത്. അവിടെ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിയാണ്. ആൻഡ് ദാറ്റ് ബ്രേക്സ് ദ ട്രസ്റ്റ് ഓഫ് പബ്ലിക് ആൻഡ് ക്യാൻ ബി എമൗണ്ട് ടു കറപ്ഷൻ എന്ന് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ അടുത്തത് വരുമ്പോൾ അക്കോർഡിംഗ് ടു കാൻഡിയൻ എത്തിക്സ് മൊറാലിറ്റി ലൈസ് ഇൻ ഫുൾഫില്ലിംഗ് വൺസ് ഡ്യൂട്ടി എത്തിക്സ് ആണ്. അപ്പം കാൻഡിയൻ എത്തിക്സ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് ആണ്. നമ്മുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതാണ് എത്തിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡ്യൂട്ടി വയലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഗിവ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആസ് വെൽ ആസ് മെയ്ഡ് അപ്പ് എക്സാമ്പിൾസ്. ഇവിടെ ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ഡോക്ടറിൻ്റെ ആബ്സെൻസ് ആണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ യു ക്യാൻ ഓൾസോ ഗിവ് യുവർ ഓൺ എക്സാമ്പിൾസ് ഹിയർ. അതുപോലെ തന്നെ കോൺസിക്വൻസസ് ഫോർ ദ പുവർ. ഇപ്പോൾ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി കോസസ് മാക്സിമം ഹാം ടു ദ പുവർ ഹു റിലൈ ദ പബ്ലിക് സിസ്റ്റം. ഇപ്പോൾ യൂട്ടിലിറ്റേറിയൻ ലോജിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ഹാപ്പിനെസ് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആക്ഷൻസിലൂടെ. അപ്പം ഇവിടെ നോൺ പെർഫോമൻസ് വരുന്ന സമയത്ത് എന്താ? വീക്കസ്റ്റ് ഓഫ് ദ വീക്കും പോറസ്റ്റ് ഓഫ് ദ പോറും അതുപോലെ തന്നെ ഹോൾ ലോഡ് ഓഫ് പീപ്പിൾ വിൽ ബി നെഗ്ലക്റ്റഡ് ഫ്രം ദ പബ്ലിക് സർവീസ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അൺഹാപ്പിനെസ് ആൻഡ് മോറൽ കറപ്ഷൻ ഉണ്ടാവും. അപ്പം അത് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നോർമലൈസേഷൻ ഓഫ് ബ്രൈബറി. അതായത് നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്തില്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ അല്ലെങ്കിൽ ഈസി റൂട്ട് ട്രൈ ചെയ്ത് നോക്കും. ദാറ്റ് ഈസ് ലൈക്ക് ഗിവിങ് മണി അല്ലെങ്കിൽ ബ്രൈബറി, കറപ്ഷൻ, കൈക്കൂലി കൊടുത്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കും. സോ നോർമലൈസേഷൻ ഓഫ് ബ്രൈബറി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അവിടെ വരും. അതുപോലെ തന്നെ വയലേഷൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ദാറ്റ് എമൗണ്ട്സ് ടു കറപ്ഷൻ. ഇൻറ്റഗ്രിറ്റി, കംപ്ലീറ്റ് ലോസ് ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റിനെയാണ് നമ്മൾ കറപ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ക്യാൻ ബി എമൗണ്ട് ടു കറപ്ഷൻ. അതുപോലെ തന്നെ എറോഷൻ ഓഫ് ഡെമോക്രാറ്റിക് മൊറാലിറ്റി. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും.
അപ്പം കറപ്ഷൻ, നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ഈസ് എ ഫോം ഓഫ് കറപ്ഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പോയിന്റ് എഴുതിയാൽ നല്ലതായിരിക്കും. ഇപ്പം ഇതിനകത്തൊരു 5-6 പോയിന്റ് ഉണ്ട്. സോ യു ക്യാൻ യൂസ് ദാറ്റ്. ആൻഡ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനും ഒരു എക്സാമ്പിളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കറക്റ്റ് ആവും. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾ ഇത് എല്ലാ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിയും കറപ്ഷൻ ആവില്ല എന്നുള്ള രീതിയിലൊരു ആസ്പെക്ട് പറയാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊരു കണക്റ്റിംഗ് പാരഗ്രാഫ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പം നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കൊരു പാസീവ് കറപ്ഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. പക്ഷേ എല്ലാ സ്ഥലത്തും ഇത് എന്താവില്ല, കറപ്ഷൻ ആവില്ല. കാരണം പലയിടത്തും എന്താവും, ഇനാക്ഷൻ ഓർ ഇൻഎഫിഷ്യൻസി ബൈ എ പബ്ലിക് സർവൻറ്റ് സ്റ്റെംസ് ഫ്രം കറപ്റ്റ് ഇൻറ്റൻറ്റ് ആയാൽ മാത്രമാണ് എന്താവുള്ളൂ, കറപ്ഷൻ ആവുള്ളൂ. ചില സമയത്ത് ഇത് ഈ കറപ്റ്റ് ഇൻറ്റൻറ്റ് ആയിരിക്കില്ല, വേറെ പല സാഹചര്യങ്ങൾ കൂടി കൊണ്ടുണ്ടാവും. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് തന്നെ കറപ്ഷൻ ഇംപ്ലൈസ് ഇൻറ്റൻറ്റ് ഫോർ പ്രൈവറ്റ് ഗെയിൻ. അതായത് നമുക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റ്ലി എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ക്യാഷ് കിട്ടുക എന്നൊക്കെ ഉള്ളപ്പോഴാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വരുന്നത്. പക്ഷേ സിമ്പിൾ ഇൻഎഫിഷ്യൻസി, ലാക്ക് ഓഫ് ട്രെയിനിങ് ഓർ ഓവർ ബർഡനിങ് മേ ബി നെഗ്ലിജൻസ് ആൻഡ് ഡു നോട്ട് അമൗണ്ട്സ് ടു കറപ്ഷൻ. അതായത് എല്ലാ ഇതേപോലെയുള്ള നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിയും കറപ്ഷൻ ആയിരിക്കില്ല, ചിലത് നെഗ്ലിജൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നെഗ്ലിജൻസിനെ കറപ്ഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കറപ്ഷനുള്ള അതിൻ്റെ ഒരു നോർമലൈസേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോൾ ഒരു ക്ലർക്ക് ഫയൽ മിസ്പ്ലേസ് ചെയ്യുക ഡ്യൂ ടു ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കറപ്ഷൻ അല്ല, പക്ഷെ എന്താണ്, ഇൻഎഫിഷ്യൻസിയാണ്, നെഗ്ലിജൻസ് ആണ് കേട്ടോ. അടുത്തതായിട്ട് സിസ്റ്റമിക് ആൻഡ് സ്ട്രക്ചറൽ ബാരിയേഴ്സ്. ബ്ലെയിം ഷുഡ് നോട്ട് ബി ഇൻഡിവിജ്വലൈസ്ഡ് വെൻ ദ ഫെയിലിയർ സ്റ്റെംസ് ഫ്രം ദ സിസ്റ്റമിക് ഇനാഡിക്വസീസ്. ഇപ്പോൾ ഷോർട്ടേജ് ഓഫ് ഫണ്ട് കാരണം, അല്ലെങ്കിൽ HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കുറവ് കാരണമൊക്കെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കാതെ വരുന്ന സമയത്ത് അതിനെ ഇൻഡിവിജ്വലി എന്ത് ചെയ്യാൻ പറ്റില്ല, കറപ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അത് സിസ്റ്റമിക് ഇഷ്യൂ ആണ്, അതിൽ സിസ്റ്റത്തിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ മോറൽ ഡൈല്യൂഷൻ ഓഫ് ദ ടേം കറപ്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗ്ലിജൻസിനെ കറപ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മോറൽ ഡൈല്യൂഷൻ ഓഫ് ദ ടേം ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ ബ്രാൻഡിങ് ഓൾ നോൺ പെർഫോമൻസസ് കറപ്ഷൻ റിസ്ക് മോറൽ ഓവർ സ്ട്രെച്ച്, സ്റ്റിഗ്മറ്റൈസിങ് ഈവൻ ഓണസ്റ്റ് ഒഫീഷ്യൽസ് ഹു ആർ കൺസ്ട്രെയിൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മോറൽ ഡൈല്യൂഷൻ ഓഫ് കറപ്ഷൻ നടക്കും. അതുപോലെ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിലിൻ്റെ വിർച്യു എത്തിക്സ് അനുസരിച്ച് കറപ്ഷൻ ഇംപ്ലൈസ് വൈസ്, അതായത് ഇൻറ്റൻഷണൽ റോങ് ഡൂയിങ് ആണ്. എനിക്ക് പൈസ കിട്ടുന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതിലേക്കാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം എപ്പതി ഓർ ഇൻകോമ്പിറ്റൻസ് അല്ലെങ്കിൽ അത് വീക്ക്നെസ് ആണ്, കറപ്ഷൻ അല്ല. അപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് വീക്ക്നെസ് ആണ് അല്ലെങ്കിൽ നെഗ്ലിജൻസ് ആണ്, പക്ഷേ കറപ്ഷൻ അല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ പോയിന്റുകൾ എഴുതുക. ആൻഡ് ഇവൻച്വലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ എത്തിക്കൽ ആൻഡ് എഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം എന്നുള്ള രീതിയിലേക്ക്, ഇപ്പം എത്തിക്കൽ ഓറിയൻറ്റേഷൻ ഓഫ് പബ്ലിക് സർവൻസ്, അതുപോലെ തന്നെ ക്ലിയർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, പിന്നെ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ആക്ട്സ്, അതുപോലെ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോസ് ആൻഡ് കണ്ടക്ട് റൂൾസ്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി എങ്ങനെ എഫക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കറപ്ഷൻ ഒഴിവാക്കുക, അതുപോലെ തന്നെ നെഗ്ലിജൻസ് ഒഴിവാക്കുക, എന്നിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ മെഷേഴ്സ് കൊണ്ടുവരേണ്ടത്. അടുത്തതായിട്ട് ഇതിൻ്റെ കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് യു ക്യാൻ ഗിവ് എനി ഫിലോസഫിക്കൽ ഐഡിയാസ്. ഇപ്പോൾ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി വെദർ ത്രൂ കറപ്ഷൻ ഓർ നെഗ്ലിജൻസ് ഇറോഡ്സ് എവറി ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രാറ്റിക് ഗവേണൻസ്. അപ്പോൾ നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടിയാണ് നിങ്ങളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ബിക്കോസ് ദാറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. ഇത് കറപ്ഷൻ ആണെങ്കിലും നെഗ്ലിജൻസ് ആണെങ്കിലും അത് എന്ത് ചെയ്യേണ്ടതാണ്, അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ഗാന്ധിയൻ തലിസ്മാൻ കൊണ്ടുവരാം. വെനെവർ യു ആർ ഇൻ ഡൗട്ട് റീകോൾ ദ ഫേസ് ഓഫ് ദ പുവറസ്റ്റ് ആൻഡ് വീക്കസ്റ്റ് പേഴ്സൺ യു ഹാവ് സീൻ ആൻഡ് ആസ്ക് യുവർ സെൽഫ് ഇഫ് ദ സ്റ്റെപ്പ് യു കോൺടെംപ്ലേറ്റ് ഇസ് ഗോയിങ് ടു ബി എനി യൂസ് ഓഫ് ദം. ഈ ഒരു സംഭവം ആലോചിച്ചിട്ട് ഗാന്ധിയൻ തലിസ്മാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നോൺ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഇഷ്യൂ എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയാണ് ഈ ഡേ 28 അപ്പം ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഇതിലുള്ള പോയിന്റുകൾ നിങ്ങൾ നോട്ട്സിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഭാവിയിലാണെങ്കിലും ആൻസേഴ്സ് എഴുതുമ്പോൾ പോയിന്റ്സും എക്സാമ്പിൾസും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്